1/100ൻ്റെ പകുതി എത്രയാണെന്ന് ചോദ്യം. 1/100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാമെന്ന് അർത്ഥം. 1/100 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ വീൽക്രമം കൊണ്ട് ഗുണിക്കാതെ, അതായത് 1/100 × 1/2 1/200 ആൻസർ. താഴെ തന്നിരിക്കുന്ന മട്ടത്രികോണത്തിൻ്റെ അളവല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നവയിൽ 2 ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടിയിട്ട് മൂന്നാമത്തെ വശത്തിൻ്റെ വർഗ്ഗം കിട്ടുമെങ്കിൽ അത് മട്ടത്രികോണത്തിൻ്റെ അളവായിരിക്കും. അപ്പോൾ 3, 7, 6 അങ്ങനെ കിട്ടില്ല. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, അത് തന്നെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു സംഖ്യ 12% വർദ്ധിച്ചപ്പോൾ 560 സംഖ്യ ഏത്? അപ്പോൾ ഈ ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ 450ൻ്റെ 12% കണ്ടിട്ട് 450നോട് അത് കൂട്ടിയാൽ 560 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 400നോട് നോക്കുക. ചെയ്ത് ലാസ്റ്റ് 500ൻ്റെ 12% 60ആണ്. അപ്പോൾ 500നോട് 60 കൂട്ടിയാൽ 560 കിട്ടും. ഇതാണ് ആൻസർ വരിക. അടുത്തത്, ഒരു സംഖ്യയുടെ 30%വും 40%വും തമ്മിലുള്ള വ്യത്യാസം 1000 ആണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ഇതും ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ട് ചെയ്ത് നോക്കുക. 4000ൻ്റെ 30% കാണാം, 4000ൻ്റെ 20% കാണാം. അത് രണ്ടും കുറച്ചിട്ട് 1000 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ അതല്ല ആൻസർ. അടുത്ത 5000 എടുത്ത് നോക്കുക, അതുപോലെ നോക്കുക. 6000 അതുപോലെ നോക്കുക. ലാസ്റ്റ് 10000 ഇതുപോലെ നോക്കുമ്പം 10000ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 3000ആണ്. 10000ൻ്റെ 20% 2000ആണ്. അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം 1000ആണ്. അപ്പോൾ 10000ആണ് ആൻസർ. 11/3 × 10/4 എത്ര ഘടകങ്ങളുണ്ട്? 20. 2x = 64 ആയാൽ എക്സിൻ്റെ വില എത്ര? 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 2/4 16, 2/5 32, അപ്പോൾ 2/6 64. ഇതാണ് ആൻസർ 6. അടുത്തത്, √0.81 + √0.0081 + √0.0081ൻ്റെ വിലയാണ് ചോദിക്കുന്നത്. അപ്പോൾ 81ൻ്റെ റൂട്ട് 9 നമുക്കറിയാം. 0.81ൻ്റെ റൂട്ട് 0.9 ആണ്. 0.0081ൻ്റെ റൂട്ട് 0.09ഉം 0.0081ൻ്റെ റൂട്ട് 0.009 ആണ്. ഇത് മൂന്നും ആഡ് ചെയ്താൽ 0.999 കിട്ടുക. ചിത്രത്തിൽ ADയുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ BC തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ, AB 7 സെൻറ്റിമീറ്റർ, CD 12 സെൻറ്റിമീറ്റർ. അപ്പോൾ Aയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് ഒരു E എന്ന് പേര് കൊടുക്കുക. അപ്പോൾ അത്ര വരെയുള്ള CEൻ്റെ അളവ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബാക്കി വരുന്നത് 12 ന്ന് 7 മൈനസ് ചെയ്താൽ DE 5 ആയിരിക്കും, AE 12. അപ്പോൾ ഇത് AD എന്ന് പറഞ്ഞാൽ ഈ ഒരു മട്ടത്രികോണം AEDൻ്റെ കർണമായിരിക്കും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? കർണം സ്ക്വയർ കാണാൻ ലംബ സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. 12 സ്ക്വയറിനോട് 5 സ്ക്വയർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടെടുക്കുക. അപ്പോൾ 169ൻ്റെ റൂട്ട് 13. അപ്പോൾ ADൻ്റെ അളവ് 13. നെക്സ്റ്റ്, 2/5 + 2/5 + 2/5 + 2/5 എത്ര? പലരും ഇത് 2/20 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതല്ല, 2/5 അത് 4 പ്രാവശ്യം കൂട്ടുന്നുണ്ട് 2/5. അപ്പോൾ 4 × 2/5, അതായത് 2 സ്ക്വയറിനെ 2/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/7. ഇത് ഡയറക്റ്റായിട്ട് കിട്ടും. QRSൻ്റെ അളവ് 100 ഡിഗ്രി ആണ്.